ഞങ്ങൾ മര്യാദയ്ക്ക് താഴെ കൂടെ പോകാന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇവൻ പറഞ്ഞു ഇതിലൊരു സെറ്റ് വഴിയുണ്ട്. എന്നിട്ട് ഇവിടെ വന്നപ്പോൾ ഇവൻ ആ വഴി അറിയത്തില്ല കേട്ടോ. അങ്ങോട്ട് നീ എന്തിനാ വീണ്ടും തിരിച്ചിങ്ങോട്ട് വന്നത്? നീ മണ്ടനാണ്, അഭിനയിക്കുന്നയാ. നല്ലപോലെ തെന്നു വണ്ടി കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിക്ക് തെന്നുന്ന കൂട്ടൊരു മണ്ണാണ്. എടാ കാപ്പിക്കള്ള, ഈ വഴി പോയാലോടാ, ഈ വഴി പോയാലോ? രണ്ടും കൽപ്പിച്ചങ്ങ് പോയാലോടാ. തീനാവാണെ പറഞ്ഞാൽ മതിടാ, വഴി മാറി വന്നതെന്ന് പറഞ്ഞാൽ മതി. അയ്യോ നിരങ്ങി പോന്നതാണോ പോയെ? വണ്ടി ക്രോസായിട്ടോ കേട്ടോ. പക്ഷെ ഇതിൻ്റെ അകത്തൂടെ പോകാൻ നല്ല രസമുണ്ടെന്ന് പറഞ്ഞാൽ വേറെ ലെവല് വൈബ് കേട്ടോ. അവിടെ വലിയ ചെളിയില്ലായിരുന്നു കേട്ടോ, നല്ല തന്നെ നടന്നു കേട്ടോ. ആ ഞാൻ കണ്ടായിരുന്നു ഭായി, കറക്ക് ഈശ്വരാ ഭഗവാന്. ഗോപ്രോ കാണാൻ പറ്റുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിത് ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ പാമ്പാടുംപാറ കേട്ടോ. അതായത് ഇത് പാമ്പാടുംപാറ എസ്റ്റേറ്റ് ആണ്. അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ എന്താ പറയുന്ന ഇവിടെ ഒരു അടിപൊളി ഒരു സ്പോട്ടുണ്ട്, ഒരു കുരിശുമലയാണ്. പക്ഷേ അങ്ങോട്ടുള്ള റൂട്ട് അടിപൊളിയാണ് കേട്ടോ. ഞാൻ പോയിട്ടില്ല, ഇവന്മാരാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എന്തുണ്ടായാലും ഇവന്മാരെ പറയുക, ദൈവനെയും ദേവനെയും. അവനെ ഇവൻ പറഞ്ഞ റൂട്ടിലല്ല, ഇവനാണ് വഴി മൊത്തം തെറ്റിച്ചത്. ഞങ്ങൾ മര്യാദയ്ക്ക് താഴെ കൂടെ പോകാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇവൻ പറഞ്ഞു ഇതിലൊരു സെറ്റ് വഴിയുണ്ട്. എന്നിട്ട് ഇവിടെ വന്നപ്പോൾ ഇവൻ ആ വഴി അറിയത്തില്ല കേട്ടോ. എന്തോന്നടേ ഫുൾ ഐറ്റം കേട്ടോ. ഞങ്ങൾ മര്യാദയ്ക്ക് അപ്പുറത്തൂടെ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ പറഞ്ഞു ഇതിൽ സെറ്റപ്പ് വഴിയാണ്, മറ്റേനേക്കാൾ അടിപൊളി വഴിയാന്ന്, പക്ഷെ വഴി അറിയത്തില്ലെന്ന്. എൻ്റെ പൊന്നെ, ആരാ അപ്പൂപ്പനൊക്കെ പോവും കേട്ടോ. ഗൈസ് നമ്മൾ ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോവാം. അതിലെ വേറൊരു വഴിയുണ്ട്, അപ്പോൾ അതിലെ നൈസിന് കയറി അങ്ങനെ പോകാമെന്നാണ് ഇപ്പം പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പം ജിൻസ്, ഗോകുൽ, വിനീത്, ഞാനും ഉണ്ട് കേട്ടോ. അതായത് നമ്മുടെ 3 ചെറുക്കന്മാരും ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോകാം കേട്ടോ. വേടാ, ഇത്രയും നേരം മഴയായതുകൊണ്ട് ഞങ്ങളിത് ഇവിടെ കയറി നിൽക്കുമായിരുന്നു കേട്ടോ. മൊത്തം ചെളിയായി, ഇത് കണ്ടില്ലേ, നനഞ്ഞു. അങ്ങോട്ട് നീ എന്തിനാ വീണ്ടും തിരിച്ചിങ്ങോട്ട് വന്നത്? നീ മണ്ടനാണോ, അഭിനയിക്കുന്നതാണോ? എടാ ഞാൻ ഇപ്പം വീഡിയോയ്ക്കകത്ത് പറഞ്ഞതല്ലേടാ ഉള്ളൂ. ഇവൻ അഭിനയിക്കുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ. അതതിന് ശരിക്കും പൊട്ടനാണോ? സംശയമില്ലാതില്ല. അപ്പം ഗായ്സ് നമ്മളിപ്പം അപ്പുറത്ത് ചെന്നിട്ട് ഒരു വഴിയുണ്ട്. നമ്മൾ പണ്ടതിൽ പോയിട്ടുണ്ട് കേട്ടോ. പണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനൽ തുടങ്ങിയ ആ ഒരു ടൈമിൽ അതിലെയാണ് ഒരു വീഡിയോ ഒക്കെ എടുത്തേക്കുന്നത്. അതായത് നമ്മുടെ rtr ആയിട്ട് ഒറ്റയ്ക്ക് പോയേക്കുന്നത്. അപ്പോൾ അത് ഫുള്ള് ഷൂട്ട് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോണിലാണ് ഷൂട്ട് ചെയ്തിരുന്നത്. അപ്പോൾ ഇന്നതേ നമ്മുടെ GOPRO ഒക്കെ ആയിട്ട് നമ്മളിതാ പോകുക കേട്ടോ. സംഭവം അടിപൊളിയായിരിക്കും. എനിക്ക് ആ ഒരു വഴി എനിക്ക് നല്ല ഇഷ്ടമുള്ള വഴിയാണ്. കാരണം ഫുള്ള് കാട്, ഫുള്ള് വൈബാട്ടോ ആ ഒരു വഴി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ ഇങ്ങോട്ട് പോകാം. പിന്നെ ഈ ഒരു വഴി നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, നമ്മുടെ കുറേ വീഡിയോയ്ക്കകത്ത് നമ്മൾ ഈ വഴിയിൽ കൂടെ പോയിട്ടുണ്ട്. അപ്പോൾ അടിപൊളി ഒരു വഴിയാട്ടോ ഇത്. അപ്പം ഗൈസ് ഇതാട്ടോ നമ്മുടെ ആ ഒരു സ്ഥലത്തേക്ക് പോകുന്ന വഴി. ഇതിപ്പം ശരിക്കും പറഞ്ഞാൽ പാമ്പാടുംപാറ എസ്റ്റേറ്റിൻ്റെ അകമാണ്. ഇത് കണ്ടില്ലേ, ഫുൾ അടിപൊളിയാട്ടോ. അതായത് മൊത്തം എന്താ പറയുന്നത്, കാപ്പി തോട്ടമാണ് ഇത് ഫുള്ള് കാണുന്നത്. ഇതെല്ലാം പഴയ കുറേ മരങ്ങളും ഉണ്ട് ഇവിടെ. ഏതാണെന്നൊന്നും അറിയാൻ പാടില്ല, പക്ഷെ അടിപൊളിയാട്ടോ. അതെ നമ്മുടെ ചെറുക്കന്മാരെല്ലാം ഇവിടെ പോകണ്ട, അവന്മാർ ഇവിടെ നിൽപ്പുണ്ട്. നമുക്ക് പോകേണ്ട വഴി ഇതാട്ടോ. ഇതിലേ അങ്ങോട്ട് പോകണം. മെയിൻ റോഡ് അത് കാണാൻ പറ്റുമോ? അതേ ഒരു വണ്ടി പോകുന്നുണ്ടോ? അപ്പോൾ അതിലെയാണ് മെയിൻ റോഡ്. അവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇതിലേ ഇങ്ങനെ ഇറങ്ങി ഇങ്ങോട്ട് വരും കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. അപ്പോൾ ഗായ്സ് പോട്ടെ. ഗായ്സ് നമ്മളിതേ
അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോവാം കേട്ടോ. ഇനിയിപ്പോൾ ഫുള്ള് ഇതുപോലത്തെ ഒരു വഴിയാണ്. വഴിയെന്ന് പറഞ്ഞാൽ അടിപൊളി കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്, നമ്മളൊരു ബിഗിനറായിട്ടുള്ളവർക്കൊക്കെ പോകാൻ പറ്റിയൊരു ടൈപ്പ് വഴിയാണ്. അതല്ല, ഓഫ് റോഡ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും പോവാം. പിന്നെ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ. നമ്മൾ ഒത്തിരി ടഫല്ല പീസ്മെൻറ്റ്. ഇപ്പോൾ ആകെ ഒരു കുറച്ച് ഭാഗം, അത് കുറച്ച് എന്താ പറയുന്നത്, ഇതുപോലത്തെ ഈ മണ്ണാട്ടോ. ഇതുണ്ടല്ലേ, നല്ല പെട്ടെന്ന് തെന്നും, നല്ലപോലെ തെന്നുന്ന ഒരു മണ്ണാണ് ഇതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഈ ഒരു വഴി ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ വഴി പോയിട്ടുണ്ടെന്ന് പറഞ്ഞാലും ഇപ്പം നമ്മൾ പോകുന്ന ആ ഒരു സ്ഥലത്തേക്ക് ഞാൻ പോയിട്ടില്ല കേട്ടോ. ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ എങ്ങനെ ആകും എന്താകും എന്നൊന്നും ഒരു ഐഡിയയേ ഇല്ല. എടാ വെറുതെ അതിൻ്റെ കയ്യിൽ നിന്ന് കടി വാങ്ങിക്കണ്ടാ. ഇത് നോക്കി, ഈ മണ്ണിൻ്റെ കാര്യമാട്ടോ ഞാൻ പറഞ്ഞത്. ഇത് നല്ലപോലെ തെന്നും വണ്ടി കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിക്ക് തെന്നുന്ന കൂട്ടൊരു മണ്ണാണ്. അപ്പം ഇത് പിന്നെ നൈസിന് ഇങ്ങനെ അങ്ങ് പോവാം, കുഴപ്പമൊന്നും. എടാ കാപ്പിക്കള്ള, ആ കാപ്പി പറിച്ചോണ്ട് ഇപ്പൊ കാട്ടിപ്പോയേനെ. ഫുള്ളായിട്ട് കേട്ടോ. എടാ ഹെൽമെറ്റ് എടുത്ത് തലേ വെക്കടാ, ചുങ്ങിപ്പയലേ. ഓ ഓ ഇതാരിത്. എടാ വെറുതെ അവനെ ആ മരത്തേലൊന്നും കൊണ്ട് ഇട്ടേക്കല്ലേ. അയ്യോ വണ്ടി നല്ലപോലെ തെന്നുന്നുണ്ട് ഗൈസ്. അല്ല ഈ വഴി നോക്കിയത് അടിപൊളിയാട്ടോ. നല്ല രസമുണ്ട് ഈ വഴി കൂടെ പോകാനായിട്ട്. അത് സൈഡ് ഫുള്ള് മൊത്തം ഈ നമ്മുടെ ഈ കാപ്പിത്തോട്ടം കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ അടിപൊളിയാണ്. ആ പോയി ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അകത്തൂടെ ഇഷ്ടം പോലെ ഇതുപോലത്തെ വഴികളുണ്ട്. കാരണം നമുക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. ഇതൊരു അറൗണ്ട് ഒരു 5000 ഏക്കർ, അതായത് 5000 ഏക്കർ മേളിലുണ്ടെന്നാണ് പറയുന്നത് ഈ ഒരു പാമ്പാടുംപാറ എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതായത് കാപ്പിത്തോട്ടം, ഏലത്തോട്ടം, കുരുമുളക്, എല്ലാ സാധനവും ഉണ്ട് കേട്ടോ. നമ്മൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. മൊത്തം ചെറിയാട്ടോ. എടാ ആ പശാണ് ഭയങ്കരമായിട്ട് തെന്നും ഇത് നല്ലപോലെ ഞാൻ പറഞ്ഞ പോലെ നല്ലപോലെ തെന്നുന്ന ഒരു മണ്ണാണ്. ആ വഴി അപ്പുറം വരെ എങ്ങാണ്ടേ ഉള്ളു കേട്ടോ. നമുക്ക് ഇങ്ങനെ ഇത് സംഭവം അടിപൊളിയാണ്. നല്ല തെന്നുന്ന കൂട്ട മണ്ണും കൂടെ ആയതുകൊണ്ട് ഒറ്റ തെന്നിന് നമുക്ക് ആ കാപ്പിത്തോട്ടത്തിൽ പോയി കാപ്പിക്കുരു പറിച്ച് കിടക്കാം. അയ്യോ പോയി, എനിക്കറിയാമായിരുന്നു അവിടെ തെന്നൊന്ന്. പിന്നെ കുഴപ്പമില്ല, ഇതൊക്കെയല്ലേ ഒരു എൻ്റർടൈൻമെൻറ്റ്. ഓ ഗായ്സ്, പോടാ പുണ്ണാക്ക്. നല്ലപോലെ തെന്നുന്നുണ്ട് കേട്ടോ. അവന്മാരെ വിഷയമൊന്നും ഇല്ലാതെയാ പോകുന്നത്. കാരണം അവന് ടയറുണ്ട്, ആവാമല്ലോ. നമ്മൾ പാവങ്ങൾ. എടാ പക്ഷെ വഴി നോക്കിക്കേ, അവര് പൂട്ടുന്നൊക്കെയാന്ന് തോന്നുന്നു. എനിക്ക് നോക്കാം. ഇതിലൊരു വഴിയുണ്ട്, പക്ഷേ ഇതിൻ്റെ അകത്തോടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇടി കിട്ടുമോന്നാണ് ഒരു ഭയം. ഇതിലേ പോയാലോടാ? അതാ ഞാനും ഇങ്ങനെ ആലോചിക്കുന്നത്. ആ ഇതെങ്ങോട്ടുള്ളതാണെന്നറിയത്തില്ല. സംഭവം അടിപൊളിയാന്ന് തോന്നുന്നു കണ്ടിട്ട്. ആ ഇല്ല, വഴി തെറ്റി ഇറങ്ങി വന്നാന്നങ്ങ് പറഞ്ഞാ പോരെ. അത്രയ്ക്ക് വേണ്ട, അതൊന്നും വേണ്ട. രണ്ടും കൽപ്പിച്ചങ്ങ് പോയാലോടാ.
സീനാവാണെ പറഞ്ഞാൽ മതിടാ, വഴി മാറി വന്നതെന്ന് പറഞ്ഞാൽ മതി നമുക്ക്. പൂട്ടിക്കഴിഞ്ഞാൽ ഈ സൈഡ് വഴി കയറ്റും നമ്മൾ. പിന്നല്ല, ഇത് തുറക്കാറൊന്നും ഇല്ലെന്ന് തോന്നടാ, അത് പണ്ടങ്ങാണ്ട് അടച്ചിട്ടെങ്ങാണ്ട. ഓ അത് കിടക്കട്ടെ, രണ്ടും കൽപ്പിച്ച് പോവാം. ഈ വഴി അപ്പുറത്ത് നിന്ന് ആടും. ഇതൊരു എന്റർടൈൻമെന്റ് ആയിരിക്കും ഇവിടെ. ഡാഡാ അത് നോക്കാം. എവിടെ വണ്ടി വരുന്നത് ഇതുണ്ടോ? ഒരു വണ്ടി കിടപ്പുണ്ട്. നൈസിനങ്ങ് ഇറങ്ങി പോയാലോ? എന്നിട്ട് അവിടെ പോയി വഴി വയ്ക്കാം. ചേട്ടാ സന്യാസോടേക്ക് അത്രേ ഉള്ളൂ. പവർ ബാ. അപ്പം അതൊന്നും കുഴപ്പമില്ലടാ, ഗൂഗിൾ മാപ്പ് ഇടണ്ട. ഗൂഗിൾ മാപ്പ് വിഷയമാ. അടി തട്ടുകൂടാ. അയ്യോ നിരങ്ങി പോന്നതാണോ ഇപ്പോയെ? വേണ്ട പൊക്കോളും. ഇല്ല അങ്ങോട്ട് പോകത്തില്ല. വണ്ടി ക്രോസ് ആയിട്ടോ. ബാ നീ ആ നടുക്കൂടെ എങ്ങനെയാലും എടുക്കുക കേട്ടോ. തിരിച്ചാ മതിയാ, വളഞ്ഞു വന്നോളൂടാ. ഫ്രണ്ട് ബ്രേക്ക് പിടിക്കണ്ട. നീ നൈസിനൊന്ന് ഇതിൻ്റെ അകത്തൂടെ ഇറക്കിക്കൊണ്ടെങ്കിൽ പോരാടാ, ഇവിടുന്ന് കയറിയാൽ മതി. ഒന്നെങ്കിൽ ഇടി കിട്ടും, ഇല്ലെങ്കിൽ ഇന്ന് എന്തായാലും ഒക്കെ നടക്കും കേട്ടോ. വണ്ടി നിരങ്ങിയാണ് പോകുന്നത്. ഇവിടുന്ന് ഇനി കോൺക്രീറ്റ് ബോയ് കൊള്ളാം കേട്ടോ. പക്ഷെ ഇതിൻ്റെ അകത്തൂടെ പോകാൻ നല്ല രസമുണ്ടെന്ന് പറഞ്ഞാൽ വേറെ ലെവല് വൈബ് കേട്ടോ. ഒരു പ്രത്യേക ഒരു ഫീല് എന്നുവെച്ചാൽ എന്താ പറയുക, ഇതുപോലത്തെ ഒരു റോഡ് ശരിക്കും നമ്മൾ ആദ്യമായിട്ടാണ് പോകുന്നത്. അടിയാട്ടോ. അതുകൊണ്ടോ വണ്ടിയൊക്കെ ഇറങ്ങി വരുന്നുണ്ടോ, അടിപൊളിയാ. അപ്പോൾ ഇത് നോക്കി മൊത്തം ഇതാണ് ഞാൻ പറഞ്ഞത്, കുറേ സൈഡ് ഏലമാണെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇതാണ് ഏലം. നീ അതിൻ്റെ അകത്തൂടെ പോട്ടറാ, നീ ഇതിലേ പോട്ടെ. അവിടെ വലിയ ചെളിയില്ലായിരുന്നു കേട്ടോ. നമുക്കും പോവാം. ഫുൾ പവറാട്ടോ. നല്ല രസമുണ്ട് കേട്ടോ ഈ ഒരു സ്ഥലം കാണാനായിട്ട്. എന്നുവെച്ചാൽ പ്രത്യേക ഒരു വൈബ്. നല്ല രസമുണ്ട് എൻ്റെ മോൻ. അടിപൊളി. എനിക്ക് അല്ലെങ്കിൽ അവർ സീനാക്കും. എടാ ഇത് എവിടെ വരെ ഉള്ളെന്ന് തോന്നുന്നു. ഇതൊക്കെ ഇവർ തന്നെ ഉണ്ടാക്കിയേക്കുന്നതാണ് തോന്നുന്നത്. ഇത് ഇവിടെ വരെ ഉള്ളെന്ന് തോന്നടാ വഴി. വണ്ടി നിരങ്ങിയാണ് പോകുന്നത്. ഇത് കോമഡി ആട്ടോ. ഇതല്ലെന്ന് തോന്നടാ. അതിലേ ചെന്നിട്ട് ആ റോഡ് തന്നെ സ്ട്രേറ്റ് കിടക്കുന്നല്ലേ?
അല്ല അവിടെ തിരിയത്തില്ല കേട്ടാ. പറഞ്ഞ പോലെ തന്നെ നടന്നു കേട്ടോ. അല്ല ചേട്ടാ ഇതിലെ വഴിയുണ്ടോ? അല്ല ഇതിലെ പോയ വഴിയുണ്ടോന്ന്? ആണോ? ആണല്ലേ, ഓക്കെ ഓക്കെ. അവൻ തിരിക്കട്ടെ, അവൻ തിരിക്കട്ടെ. അവനെ വലിച്ചു കൊടുത്തേടാ. ഇല്ല അവിടെ തിരികെ കുഴിയല്ലേ. ഓക്കേ ആ പോട്ടെ, ശരി ചേട്ടാ. പറഞ്ഞ പോലെ നല്ല നടന്നു കേട്ടോ. അവിടെ ആൾക്കാരുണ്ടായിരുന്നു. അത് സംഭവം എന്താണെന്ന് വെച്ചാൽ അവിടെ പിന്നെ വഴിയും പണിതുകൊണ്ടിരിക്കുക കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് പോകാമായിരുന്നു, സീനൊന്നുമില്ല. ആ വഴി പണിതും കൂടെ ഇരിക്കുന്നതുകൊണ്ട് ശരി കേട്ടോ. പറഞ്ഞ പോലെ തന്നെ നടന്നു. കുഴപ്പമില്ല, ഒരു ഈ ഒരു എക്സ്പീരിയൻസ് കിട്ടിയില്ലോ. അയ്യോ വണ്ടി പോകുന്നുണ്ടോ, അടിപൊളിയാട്ടോ. നിൽക്കടാ, 2 ഫോട്ടോ എടുത്തിട്ട് അങ്ങോട്ട് പോട്ടെ. നല്ലൊരു സ്പോട്ട് നോക്കി നിർത്ത്. ആ കറക്കി കറങ്ങിയാ വാ വാ. ആ ഇത് കൊള്ളാം. അതെ നല്ല ആൾക്കാരായിരുന്നു കേട്ടോ. പക്ഷെ വഴി ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. അല്ലേടാ? ആ ഞാൻ കണ്ടായിരുന്നു ബായി കറക്ക് കറക്ക്. അയ്യോ പക്ഷെ വഴി ഉണ്ടായിരുന്നു, സെറ്റപ്പ് ആയിരുന്നു തോന്നുന്നല്ലേ? ഉള്ളോ? പിന്നെ ഇത് ഈ മരമൊക്കെ എപ്പോഴാണ് ഒടിഞ്ഞു വീഴുന്നത്? ഇത് എനിക്ക് പൊള്ളയാട്ടോ. എടാ അകത്തേക്ക് ഉണ്ടോടാ? കേറാൻ വയ്യ, ക്യാമറ ഊരി കാണിക്കാം. GOPRO എവിടെയാണ്? GOPRO കേൾക്കുന്നുണ്ടോ, കാണുന്നുണ്ടോ വല്ലോ? ഇത് കാണുന്നുണ്ടോ എന്ന് അറിയത്തില്ല കേട്ടോ. ഇനി വീട്ടിൽ ചെല്ലുമ്പോ നോക്കുമ്പോ അറിയാം. എടാ ഇത് അങ്ങുണ്ടെന്ന് തോന്നുന്നടാ. എനിക്ക് കേറാൻ പറ്റുന്നില്ല. നീ കയറിക്കടാ, എന്ന് കേറാ. കാണിച്ചു കൊടുക്കട്ടെ, കേറ് പ്ലീസ് 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 പ്ലീസ്. ഈശ്വരാ ഭഗവാനെ, കാണാടാ വല്ല ഉണ്ടോ? മണ്ട വരത്തോളാം ആണോ? ഇത് മണ്ട വരെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുമോന്ന് അറിയത്തില്ല. അല്ല ഇതിന്റെ അകത്ത് കാണാതിരിക്കുമല്ലോ. അപ്പൊ ഇതിന്റെ അകത്തൂടെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇനി വല്ലതും കാണാൻ പറ്റുമോന്ന് വീഡിയോ നോക്കണം. ഫ്ലാഷ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. GOPRO കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. വെള്ളമൊക്കെ വീഴുന്നുണ്ട് കേട്ടോ. ഒരു പാമ്പിന്റെ ഇതാ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളു ഇവിടെ. ഇത് നോക്കിക്കേ, ഫുൾ അടിപൊളിയാട്ടോ. നമ്മുടെ ചെറുക്കന്മാരെല്ലാം ഇവിടെ ഇരിപ്പുണ്ട്.
ഫുൾ ഓൺ ഫുൾ പവർ. എടാ നിന്റെ ഇൻഡിക്കേറ്റർ ഒടിഞ്ഞടാ. ഇപ്പൊ ഒരു ഇൻഡിക്കേറ്റർ വന്നേ. അവൻ ഗായ്സ് നമ്മളിതേ അങ്ങോട്ട് പോവാട്ടോ. നല്ല രസം. എനിക്ക് ഈ സ്ഥലം ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്നുവെച്ചാൽ വേറെ ലെവൽ വൈബാണ്. പോയേ ദേ ആ മരത്തിൻ്റെ അവിടെ നിന്ന് എടുത്തോ. അപ്പം കായ് കയറി പോവാട്ടോ. കേറത്തില്ല. ഞാനിവിടെ പെട്ടു കേട്ടോ. നടക്കൂടെ ഇത് നിൽക്കത്തില്ലടാ. തന്നെ പോവാ. പിടിച്ചോ. ഓക്കേ ഓക്കേ നമ്മളപ്പം കയറി വന്നു. പോട്ടെ. അപ്പം ഗായ്സ് പോട്ടെ നമ്മളതേ അങ്ങോട്ട് പോവാട്ടോ. അപ്പം അവിടെ കയറി അവനൊരു കമ്പൊക്കെ ആയിട്ട് പോന്നു. ഓ മാൻ ഇതൊക്കെയല്ലേ എൻ്റർടൈൻമെൻറ്റ്. ഇപ്പം തന്നെ കാട്ടിപ്പോയത് അവന്മാരല്ല കേട്ടോ, ഞാനാണ്. വേണ്ട ഒരു കമ്പൊക്കെ വെച്ച് നീ എവിടെ പോവാ? ആ പവർ നമ്മളിത് ഇങ്ങനെ പൊക്കോണ്ടിരിക്കും കേട്ടോ. ഇപ്പം നേരത്തെ അത്രയും റിസ്ക് ഇല്ല. നേരത്തെ മൊത്തം ചെളിയായിരുന്നു. ഇപ്പം ചെളിയൊക്കെ കുറഞ്ഞു. ചെളി എന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ നല്ല കട്ടയ്ക്ക് ചെളിയായിരുന്നു. ഇപ്പം കുറഞ്ഞു കേട്ടോ. ഇവൻ്റെ ഉള്ള ചെളിയൊക്കെ ഇവിടെ എല്ലാം അടിച്ചാണ് പോകുന്നത്. പണിക്കാരൊക്കെ ഇപ്പോഴാണ് കയറി വരുന്നത്. പക്ഷേ ഈ മണ്ണ് ഞാൻ പറഞ്ഞത് ഇത്തിരി സീൻ. ഗ്രിപ്പെന്ന് പറയുന്ന സാധനമില്ല ഇതിന്. നല്ലപോലെ നിരങ്ങി പോകത്തുള്ളൂ. ഇതൊക്കെ ഇവിടെ പണിയുന്നവരാട്ടോ. അതായത് ഈ ഇലക്കാട്ടിട്ട് പണിയുന്നവരാണ്. അത്യാവശ്യം വണ്ടി നിരങ്ങിയാണ് പോകുന്നത്. വിഷയമാണ്. പക്ഷെ കുഴപ്പമില്ല, അടിപൊളിയാ. ഡാ മാറ്ററാടാ. നീ എന്നാടാ ന്യൂട്രലൊക്കെ അടിച്ചാണോ? ഞാനിൻ്റെ ന്യൂട്രലൊക്കെ അടിച്ചായിരുന്നു കേട്ടോ വന്നോണ്ട്. അടിപൊളിയാ. അപ്പോൾ അടിപൊളി. ആ കഴിച്ചേ അവന്മാർ ഫ്രണ്ടിൽ പോകുന്നുണ്ട്. എൻ്റെ വീഡിയോ ഒക്കെ എടുക്കുന്നു. ഞാൻ മോൻ നിർത്തി വീഡിയോ എടുത്ത് നിർത്തി.
ഇതിൻ്റെ അകത്തൂടൊക്കെ ചാടിച്ച് പോകുകയാണ് സുഹൃത്തുക്കളെ, പോകുകയാണ്. ഫുൾ പവറാണ് എല്ലാവരും. ഇത് നല്ല അത്യാവശ്യം നല്ല രീതിക്കുള്ളൊരു വീഡിയോയാണ്. അതെല്ലാം പോകുന്നുണ്ട്. മതിയടാ വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ മതിയെന്ന് പറഞ്ഞതാണ്. ഒത്തിരി ആയിക്കഴിഞ്ഞാൽ എനിക്ക് നാണമാണ്. എല്ലാവരും ചാടി പോകുന്നുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു സൈഡൊക്കെ ഏലക്കാടാണ്. ഇവിടെ എല്ലാവർക്കും ഇവിടൊക്കെ എന്തൊരു വീടൊക്കെ ഉണ്ട്. വീടെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഭായിമാർക്ക് താമസിക്കാൻ കൊടുത്തേക്കുന്നതാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതെല്ലാം വഴികളുണ്ട് കേട്ടോ. അതായത് ഈ വഴിയൊക്കെ അവിടെ ചെല്ലുമെന്ന് അറിയാൻ പാടില്ല. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. അപ്പോൾ അവിടെ നിന്ന് നേരെ മണ്ടയിലേക്കായിരിക്കണം. കാരണം മണ്ടയിലേക്കായിരിക്കും എന്നൊരു വിശ്വാസം. വണ്ടി താഴെ ഒരു അടിപൊളി സ്ഥലം ഉണ്ടല്ലോടാ. എടാ അങ്ങോട്ട് ഇറങ്ങി പോവാടാ. എടാ അവിടോട്ടൊന്ന് ഇറങ്ങി പോയിട്ട് വന്നാലോ. എടാ അവിടെ ഇറങ്ങി പോയിട്ട് വന്നാലോടാ. അവിടെ അതിലെ വഴിയുണ്ട്. ആ വഴി അതിലെ പോയാലോ. അടി കിട്ടുമോ? എടാ നമുക്ക് ഇവിടുന്ന് മണ്ടയിലേക്കായിരിക്കും. ഇവിടെ പാമ്പാടും പാറയല്ലേ നമ്മളെ മറ്റേ ആ സിറ്റി ചെല്ലൂടാ. ഇവൻ പറഞ്ഞ വഴി സിറ്റി ചെല്ലു. ഇത് ഞാൻ പോട്ടെ, ഇല കയറി പോട്ടെ. ബാ ഒരു വീഡിയോ എടുത്താട്ടോ. ഒരു രസം നമ്മളെ എവിടെയോ എത്തി. എന്നാടാ പോടാന്ന്. അത് വല്ലതും ആണ് നിന്നെ ഞാൻ ഇവിടെ ഇട്ട് ഒറ്റ ചവിട്ടിന് താഴെ പറഞ്ഞു വിട്ടു. ചോദിക്ക് മറ്റേ പന്ന വഴിയൊക്കെ കിടക്കുന്നേ. ആ